ഇനി DGP ബഷീർ വള്ളിക്കുന്നിൻ്റെ പോസ്റ്റാണ്. ADGP MR അജിത് കുമാർ ഇനി DGP. കുറച്ച് കഥ എഴുതിയിട്ടുണ്ട്. കഥ പൂർത്തിയായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കഥ പൂർണ്ണമായി എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ആ കഥേനെക്കുറിച്ച് പറയാം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ആ പ്രശ്നം എന്താണ്? പെസോ നിയമവുമായി ബന്ധപ്പെട്ട് അത് നിർബന്ധമായും നടപ്പാക്കേണ്ടതിൻ്റെ ഭാഗമായി മാഗസീനും ആളുകളും തമ്മിലുള്ള അകലം 100 മീറ്ററായി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ ഇടപെടാൻ ആർക്ക് കഴിയുന്നില്ല? രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തതിന് ഒരു കാരണമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് രാത്രി പൂരം എഴുന്നള്ളിപ്പിൻ്റെ നേരത്ത് അവിടെയുള്ള CI ആയിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്നു. ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ദേവസ്വങ്ങൾ അങ്കിത് അശോക് എന്ന് പറഞ്ഞ കമ്മീഷണർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിൻ്റെ പ്രോട്ടോക്കോൾ കഴിഞ്ഞതിന് ശേഷം അങ്കിത് അശോകിനെതിരെ നടപടിയെടുക്കുന്നു. അത്രയാണ് തൃശ്ശൂരുണ്ടായ പ്രശ്നം. പക്ഷേ കഥ എഴുതാൻ വന്ന ആൾക്ക് ആ കഥ എഴുതിയാൽ പോരാ എന്നുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ഉത്തരവാദപ്പെട്ടവർ പെടും എന്നുള്ളതിൽ സംശയമില്ല. MR അജിത് കുമാറിന് അതിലെന്താ ബന്ധം? അതറിയില്ല. MR അജിത് കുമാർ അവിടെ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധം. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ പറ്റൂ? അതും അറിയില്ല. ഞങ്ങളിങ്ങനെയൊക്കെ പറയും എന്നുള്ളതാണ്. ഇപ്പോൾ പൂരം വെടിക്കെട്ടിൻ്റെ കേന്ദ്ര സർക്കാർ നിയമം 300 മീറ്ററാക്കി നിജപ്പെടുത്തിയിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞോ? ഇല്ല. അത് പറയാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ പറയേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെയാണ് പറയാൻ പറ്റുക, അതിനുള്ള നാടകമാണ് ഞങ്ങൾ രചിച്ചിരിക്കുന്നത്. അതുമാത്രമാണ് ഞങ്ങൾ. മറ്റൊരു കഥ പറയാം. BJPയിലേക്ക് പോയ ഒരു DGPയുടെ കഥ പറയാം. ഇടതുപക്ഷം ഭരണത്തിൽ വരുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ സെൻകുമാറാണ് DGP. അദ്ദേഹം പൊതുസമ്മതനാണ്, കോൺഗ്രസ്സുകാരുടെ വിശ്വസ്തനാണ്. പിണറായി വിജയൻ നിയമസഭയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളത്. ഒരാളെ കണ്ടു എന്നുള്ളതല്ല, അദ്ദേഹം എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളതാണ് അറിയേണ്ടുന്ന കാര്യം. അങ്ങനെ നിലപാട് BJPക്ക് അനുകൂലമായി എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സെൻകുമാർ നിൽക്കുന്നത്. എങ്ങനെയായിരുന്നു സെൻകുമാർ പൊതുമധ്യത്തിൽ നിന്ന് പുറത്തു പോയത് എന്നുള്ളത് അറിയാലോ. കടുത്ത വർഗീയ വിഷം ചീറ്റുന്ന പോലെ സംസാരിച്ചുകൊണ്ട്, അതും ഏതൊക്കെ അവസരത്തിൽ പറയാൻ പറ്റുമോ ആ അവസരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് COVID-19മായി ബന്ധപ്പെട്ടിട്ട് പോൾ ഹെയ്ലിനെ കൊണ്ടുവരാൻ പോയതാണ്. പിന്നെ വന്നിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി സംസാരിച്ചവരാണ് ലീഗ്, ഈ ബഷീർ വെള്ളിക്കുന്ന് അടക്കം. എന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് വിശുദ്ധനായിരുന്നു. അതെ, എവിടെയാണോ ഒളിച്ച് കടത്തപ്പെടുന്നത് ആ ഒളിച്ച് കടത്തുന്നവരുടെ കൂടെ ഞങ്ങൾ നിൽക്കും. ഞങ്ങളൊരു കഥ എഴുതിയാൽ ആ കഥ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ്. ആയിക്കോട്ടെ, നടക്കട്ടെ. ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പറയണമെന്നുള്ളൂ. മാധ്യമപ്രവർത്തകർ അത് വിശ്വസിക്കുകയൊന്നുമില്ലല്ലോ, ആരും വിശ്വസിക്കണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ ഇവർക്ക് കോടതിയിൽ പോകാനോ വേറെ ഒന്നിനും പറ്റില്ല. ഇവർ എഴുതിയ കഥ ഇവർ തന്നെ സ്വയം, ഞാൻ തന്നെ വിമൽകുമാർ, ഞാൻ തന്നെ സുന്ദരൻ എന്ന് പറയുന്ന പോലെയാണ്. MR അജിത് കുമാർ DGP ആയോ? ഇല്ല. DGP ആക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചോ? ഇല്ല. പിന്നെന്താണ് സംഭവിച്ചത്? അടുത്ത DGP ആകാൻ സാധ്യതയുള്ള സീനിയർ IPS ഉദ്യോഗസ്ഥരുടെ സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ ലിസ്റ്റിന് സർക്കാർ അനുമതി നൽകി. തികച്ചും സ്വാഭാവികമായ കാര്യം. സീനിയറായ അജിത് കുമാർ ആ ലിസ്റ്റിൽ ഉണ്ടോ? നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയതായതിനാൽ സ്വാഭാവികമായും ഉണ്ടാകും. അപ്പോൾ അടുത്ത ദിവസം തന്നെ അജിത് കുമാർ DGP ആകുമോ? ഇല്ല. 2026 മാത്രമേ സാധ്യതയുള്ളൂ. അതിനിടയിൽ വിജിലൻസ് അന്വേഷണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെട്ടാൽ അതിനുള്ള നടപടികൾ ഉണ്ടാവും. ഇതൊക്കെ വസ്തുതയാണ്. പക്ഷേ ഈ വസ്തുതയ്ക്കൊന്നും ഞങ്ങൾക്ക് കഥയില്ല. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഇന്നലെ ഉണ്ടായ സംഭവം പോലെ വയനാട് ഉണ്ടായ ആ ദാരുണമായ സംഭവത്തിൽ ഒരു പ്രതിയാണെന്നുള്ള നിലയ്ക്ക്, അഭിറാം എന്നുള്ള പ്രതിയുടെ ഫോട്ടോ എന്ന നിലയ്ക്ക് അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു പാവം പയ്യൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. നമ്മുടെ മാപ്രകളൊന്നും തന്നെ മാപ്പ് പറഞ്ഞില്ല. അല്ല, അവർക്കത് വിരോധമില്ലല്ലോ. കാരണം അവരല്ലല്ലോ പൊതുമധ്യത്തിൽ ഇതുപോലെ മോശമാവുന്നത്. അവർക്ക് എന്തും മോശം. അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയാൻ മാധ്യമപ്രവർത്തകർക്ക് എന്താ അഭിമാനം? എന്തായാലും നടക്കട്ടെ. ആഘോഷങ്ങൾ ഞങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ ആഘോഷം നടക്കട്ടെ. പിന്നാലെയുണ്ട്, ഒരു സംശയമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.